ഹായ് ഗൈസ്, നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി പരിചയപ്പെടാം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഏത് ബിഗിനർ ലെവലിലുള്ള ആളുകൾക്കും ഈ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് വല്ലാണ്ടൊന്നും അറിയാത്ത ആളുകൾക്ക് പോലും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് MACD ഇൻഡിക്കേറ്ററും സിമ്പിൾ മൂവിങ് ആവറേജും. സിമ്പിൾ മൂവിങ് ആവറേജിനെയാണ് SMA എന്ന് വിളിക്കുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 200 പീരിയഡുള്ള സിമ്പിൾ മൂവിങ് ആവറേജും 50 പീരിയഡുള്ള സിമ്പിൾ മൂവിങ് ആവറേജുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇത് നല്ല പവർഫുൾ സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്ട്രാറ്റജിയിലോട്ട് കിടക്കാം. MACD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MACD ലൈനും സിഗ്നൽ ലൈനും സീറോ ലൈനൊക്കെ ഉണ്ട്, ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ്. 200 സിമ്പിൾ മൂവിങ് ആവറേജ് മെയിൻലി നമ്മൾ ട്രെൻഡ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. 200 SMA മുകളിലാണ് ഗ്രാഫ് എന്നുണ്ടെങ്കിൽ അത് ബുള്ളിഷ് ട്രെൻഡും, 200 SMA താഴെയാണ് ഗ്രാഫ് എന്നുണ്ടെങ്കിൽ അത് ബിയറിഷ് ട്രെൻഡുമാണ്. നമുക്കൊരു ബൈ ക്രൈറ്റീരിയ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് MACD ക്രോസ് ചെയ്യുന്നുണ്ടെന്നാണ്. MACD സിഗ്നൽ ലൈനും MACD ലൈനും കൂടി സീറോ ലൈൻ്റെ താഴെ വെച്ചിട്ട് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബൈ ചെയ്യാനുള്ള ഒരു സിഗ്നലാണ്. അതേസമയം നമുക്ക് എന്താവണം, ഈ ഗ്രാഫ് 200 സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ മുകളിലാവണം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഇവിടെ ക്രോസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫ് ഉള്ളത് സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ട്രേഡ് എടുക്കാം. ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല റണ്ണ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. താഴെ ക്രോസ് ചെയ്തിട്ടുണ്ട്, ഗ്രാഫിൻ്റെ മുകളിലാണ് 200 സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ഗ്രാഫ് ഉള്ളത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ സെല്ല് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. ഈ ക്രോസ് മുകളിൽ ചെയ്യണം, ഗ്രാഫ് താഴെ ആവുകയും വേണം. സിമ്പിൾ മൂവിങ് ആവറേജിൻ്റെ താഴെ ആവണം ഗ്രാഫ്. MACD നോക്കുമ്പോൾ മുകളിൽ ക്രോസ് ചെയ്തിട്ടുണ്ടാവണം. സിഗ്നൽ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സിഗ്നൽ ലൈന്. ഇതിൻ്റെ മുകളിൽ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഇതാ ക്രോസ് ചെയ്തിട്ടുണ്ട്, ഗ്രാഫ് താഴെയായിട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം MACD, പിന്നെ സിമ്പിൾ ലെങ്ത് 200 ആക്കണം. സ്റ്റൈല് ഏത് കളറും ആക്കാം. ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് വെച്ചതാണ്. MACD അതുപോലെ തന്നെ. ഇവിടെ നോക്കിയാൽ കാണാം, നമുക്കിവിടെ ഒരു ക്രോസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഒരു ക്രോസ് ഉണ്ട്. നോക്കിയാൽ അറിയാം, ഈ ക്യാൻഡിൽ ക്രോസ് ചെയ്തപ്പോഴാണ് ഈ ഒരു ക്രോസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ലോങ് ടേം പൊസിഷന് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 1:5 മിനിമം വെച്ചാൽ പോലും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ട്രെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ can go up to നല്ലൊരു ക്യാച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയൊന്നും പോകണ്ട, ഒരു 1:1.5 എന്നുള്ള നേരക്ക് ഇങ്ങനെ സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ ഒരു ക്രോസ് ഉണ്ട്, നമുക്ക് വീണ്ടും ഒരു ട്രേഡ് എടുക്കാൻ വിടാം. ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് നിയറസ്റ്റ് ലോയിൽ വെക്കുക. 1:5 ക്ലോസ് ആയിട്ടുണ്ട്. നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് നോക്കാം. നമുക്കിനി ഒരു സെൽ സൈഡ്, നമുക്കിനി ഒരു സെല്ലിന് എക്സാമ്പിൾ നോക്കാം. ഷോർട്ട് ചെയ്യാനുള്ള എക്സാമ്പിൾ
ഗ്രാഫ് 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലായതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ഷോർട്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. ഇതൊക്കെ ബൈ ഉണ്ട് കേട്ടോ. ബൈയിങ് ഓപ്ഷൻ ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ബൈ എടുക്കാം, ഇവിടെ വേണമെങ്കിൽ ബൈ എടുക്കാം, ഇവിടെ ബൈ എടുക്കാം, ഇവിടെ ബൈ എടുക്കാൻ പറ്റില്ല. 200 അതിൻ്റെ താഴെയാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതൊക്കെ ഒരുപാട് ബൈ വരുന്നുണ്ട്. ഇതിലൊക്കെ ബൈ ഉണ്ട്, ഇവിടെ ഒരു ബൈ ഉണ്ട്, ഇവിടെ ഒരു ബൈ ഉണ്ട്, ഇവിടെ ഒരു ബൈ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഒരു ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെൽ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 ഇതാ. അതുപോലെ നമുക്ക് ബൈയും സെല്ലും ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലെ നോക്കിയിട്ട് നമുക്ക് നല്ല ട്രേഡുകൾ കിട്ടും. നല്ലൊരു പവർഫുൾ സ്ട്രാറ്റജിയാണ്. ഇതിൽക്ക് ഇനി SMA 50 ആഡ് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ഞാൻ എന്ത് ചെയ്താൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.